പിന്നെ സുഖമല്ലേ എല്ലാവർക്കും. ഞാൻ ഇന്ന് പറയാൻ പോണേന്നറിയോ, ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് എന്താഗ്രഹിച്ചാലും അത് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ റിസൾട്ട് 2 പേർക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട് കേട്ടോ. 2 പേർക്ക് അവർ ഒത്തിരി ഒന്നും അല്ല ആഗ്രഹിച്ച ഒരു 10,000 രൂപ, സ്കൂൾ തുറക്കുമ്പോഴത്തേനും അവർക്ക് ഒരു 10,000 രൂപ വേണം. പിന്നെ ഒരാൾ ആഗ്രഹിച്ചത് അവരുടെ ഹസ്ബൻഡ് പുള്ളിക്കാരിനെ വിളിക്കണം എന്നായിരുന്നു. ഈ 2 ആഗ്രഹങ്ങൾ സാധിച്ചു ചേച്ചി എന്നും പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് വിളിക്കാത്ത പുള്ളിക്കാരിയുടെ, ഞാൻ പേര് പറയുന്നില്ല എങ്കിലും, പുള്ളിക്കാരിനെ അന്വേഷിക്കാറില്ലായിരുന്നു ഹസ്ബൻഡ്. അതായത് പിള്ളേരെ അന്വേഷിക്കും, പുള്ളിക്കാരുടെ ഫോണിലേക്ക് വിളിക്കും, എന്നിട്ട് പറയും പിള്ളേർക്ക് കൊടുത്തേ എന്നിങ്ങനെ പറയും. അല്ലാണ്ട് വിദേശത്താട്ടോ ഹസ്ബൻഡ്, ദുബായിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. അതെ, ദുബായിലാണ്. അപ്പോൾ പുള്ളി എന്നാ കാണിക്കണേന്ന് വെച്ചാൽ വിളിച്ചിട്ട് പറയും പിള്ളേർക്ക് കൊടുത്തേ, കൊച്ചിന് കൊടുത്തേ എന്നിങ്ങനെ പറയും. അല്ലാണ്ട് പുള്ളിക്കാരിയോട് യാതൊരു സ്നേഹവും കാണിക്കില്ല. കാരണം ഒന്നും ചോദിക്കില്ല. മക്കളോട് സംസാരിക്കും, എന്നാണ്ട് സ്കൂൾ തുറക്കാറായില്ലേ, അതല്ലേ ഇതല്ലേ, ഇതെല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്നാൽ അമ്മ എന്നെ എടുക്കണു, അമ്മ സുഖമായിട്ടാണ് ഇരിക്കണേ, അല്ലെ അമ്മയ്ക്കൊന്ന് കൊടുത്തേ, ഇങ്ങനെ ഒന്നും പറയില്ല. അങ്ങനെ ഒരു വിഷമത്തിലാണ്. അതേപോലെ ഈ സഹോദരിയാണെങ്കിലോ ഈ ഹസ്ബൻഡിന്റെ സമയം നോക്കി അങ്ങോട്ട് വിളിക്കും. അപ്പോൾ പുള്ളി ഫോൺ എടുത്തിട്ട് പറയും ഞാനിപ്പോൾ തിരക്കില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഈ പുള്ളിക്കാരി പിന്നെ വെക്കുമ്പോൾ പറയും പുള്ളി പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് വിളിക്കാം. അങ്ങനെ ഒരു അകൽച്ച വർഷങ്ങളായിട്ട്. 5 വർഷമായിട്ട് പുള്ളി നാട്ടിലേക്കും വന്നിട്ടില്ല. 5 വർഷമായിട്ട് ഇപ്പം മോൻ 9ാം ക്ലാസ്സിലേക്ക് കടന്നു. കുഞ്ഞൊരു മോളുണ്ട്. അത് എങ്ങാണ്ട് കുഞ്ഞുമോളെന്ന് വെച്ചാൽ 8ലോ 7ലോ എങ്ങാണ്ടൊക്കെ പഠിക്കണ പ്രായം. ഒരു പെങ്കൊച്ചുണ്ട്, 2 പേരുണ്ട്. അപ്പം ഈ മക്കളുടെ കാര്യം മാത്രം പുള്ളി അന്വേഷിക്കും. അങ്ങനെയായിട്ട് പുള്ളിക്കാർ ഭയങ്കര വിഷമത്തിലിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് വിളിക്കണം, ഭർത്താവ് എൻ്റെ കാര്യം അന്വേഷിക്കണം, എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് സ്നേഹിക്കണം, എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വഴി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് സാധിച്ചു. ചേച്ചി എന്നെ വിളിച്ചു. ഇപ്പം എന്നെ എല്ലാ ആഴ്ചയിലും വിളിക്കുന്നുണ്ട്, എന്നോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. പിള്ളേരോട് ചോദിക്കും അമ്മ എങ്ങാണ്ട് പനിയായിരുന്നു പുള്ളിക്കാരിക്ക്, അപ്പം അമ്മയുടെ പനി കുറഞ്ഞു, അമ്മയ്ക്കൊന്ന് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അത്രയെങ്കിലും മാറ്റം ഉണ്ടായല്ലോ. ഇനി മാറ്റം ഉണ്ടായിക്കോളൂന്നേ. ഇനി നമ്മൾ നല്ല രീതിയിൽ നിന്നാൽ മതി. ആ പഴയതിനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാണ്ടിരുന്നാൽ മതി അല്ലേ. എന്നെ നിങ്ങൾ വിളിക്കാത്ത, ഇപ്പോൾ വിളിച്ചതിൽ സന്തോഷം, അതേ പിടിച്ചങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളുക. അല്ലാണ്ട് ഇത് വീഡിയോ പുള്ളിക്കാരി കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഇനി പഴയതിലേക്കൊന്നും പോകാതിരിക്കുക, പുതിയതിലേക്ക് തന്നെ ഈ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുക, സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പഴയതൊക്കെ പോട്ടെ. 5 വർഷമായിട്ട് വിളിച്ചില്ല, 5 വർഷമായിട്ട് വരുന്നുമില്ല, അന്വേഷിക്കണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. മക്കൾക്ക് കൊടുക്കുന്ന പൈസയും പുള്ളിക്കാർ പിന്നെ ഒരു കടയിൽ പോണ പൈസയും ഒക്കെയാണ് ജീവിക്കുന്നത്. എങ്കിലും നല്ലത് വരട്ടെ അല്ലേ. ഇനി വേറൊരു പുള്ളിക്കാരിക്ക് 10,000 രൂപയായിരുന്നു. സ്കൂൾ തുറക്കുമ്പോഴത്തേനും പിള്ളേർക്ക് യൂണിഫോം മേടിക്കണം, ഹസ്ബൻഡ് ഇല്ല. അപ്പം അത് എനിക്ക് സാധിച്ചു കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പൈസ കിട്ടി എന്നിങ്ങനെ ആഗ്രഹിച്ച് 10,000 രൂപ പുള്ളിക്കാരിക്ക് കിട്ടി. പുള്ളിക്കാരിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LICയിൽ വർഷങ്ങൾക്ക് മുമ്പ് LICയിൽ എങ്ങാണ്ട് അവർ ചേർന്നിട്ടിട്ടുണ്ട്. ആ തുക പുള്ളിക്കാരി അറിഞ്ഞതല്ല, മറന്നുപോയതായിരുന്നു. അതിങ്ങനെ കിടക്കണ കാര്യം. അത് 10 രൂപയല്ല കിട്ടിയത്, ഇച്ചിരിയോടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം 10,000 രൂപ ആഗ്രഹിച്ചത്. ആ പൈസ അതിൻ്റെ സമയം കാലാവധി തികഞ്ഞു കഴിയുമ്പം ആ പൈസ പുള്ളിക്കാരിക്ക് കിട്ടി. അപ്പം അങ്ങനെ 2 സന്തോഷ വാർത്തകളാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്നു പറയുന്നത് നടക്കില്ല എന്നോർത്തോണ്ട് ആഗ്രഹിക്കരുത്. നടക്കും എന്ന് തന്നെ വിചാരിച്ചു വേണം നമ്മൾ ആഗ്രഹിക്കാൻ. അതായത് ഇപ്പം എനിക്കൊരു 5,000 രൂപ, എനിക്ക് 5,000 രൂപ കിട്ടി, നന്ദി. എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടി, നന്ദി. എനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചു, നന്ദി. ഇത്ര നാളിനുള്ളിൽ, ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് നടക്കുന്ന കേസൊന്നും അല്ലാന്ന് പറയാം. പിന്നെ നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും കൂടെ വേണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് അതിന് യൂണിവേഴ്സിലേക്ക് വിട്ടേക്കുക. അതായത് എനിക്കിപ്പോൾ 10,000 അല്ലെ 5,000 രൂപ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ഞാനിതിങ്ങനെ ഒന്നെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാനത് രാത്രിയിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാനത് ആഗ്രഹിച്ചു, ഞാനത് പറഞ്ഞു, അത് യൂണിവേഴ്സിനോട് പറഞ്ഞു,
അത് കഴിയുമ്പോൾ നമ്മളത് വിട്ടേക്കുക, പിന്നെ നമ്മൾ അതും കൊണ്ട് നടക്കണ്ട, പിന്നെ നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ നമ്മൾ പരമാവധി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ മറന്നു കളഞ്ഞേക്കുക. യൂണിവേഴ്സ് എന്നാ പറയണേ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരും. അത് ഉറപ്പായാലും എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ വലിയ കാര്യങ്ങളൊന്നുമല്ല ആഗ്രഹിച്ചത്, ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആഗ്രഹിച്ച് എനിക്ക് സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമുക്ക് ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നടക്കും. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതനുസരിച്ച് അതിനൊരു താമസം ഉണ്ടാകും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ഒത്തിരി ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ ആണോ അന്ന് തോന്നുന്നു, ആരെയോ ഞാൻ കേട്ടതാണ്, നമ്മളിപ്പോൾ ഒരു മഞ്ഞ കാറ് അല്ലെങ്കിൽ നമ്മളൊരു കറുത്ത കാറ് അല്ലെങ്കിൽ ചുമന്ന കാറ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഇന്ന കാറ് ഇന്ന കളറ് എന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇങ്ങനെ യൂണിവേഴ്സിന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മുഖാന്തരം നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കൂടെ അങ്ങനത്തെ കുറേ വണ്ടികൾ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് അത് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തരും. ഇന്ന വണ്ടി ഇന്ന കളറിലുള്ള നമ്മൾക്ക് കുറേ കാണാം. ചുമന്ന കാറാണെങ്കിൽ കുറേ ചുമന്ന കാറ്, വെള്ളക്കാറാണെങ്കിൽ വെള്ളക്കാറ്, അങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ആ സൈസിലുള്ള വണ്ടികൾ നമ്മുടെ മുമ്പിൽ കൂടെ പോവുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ലോണാണെങ്കിലും പാസ്സാക്കി നമുക്ക് ആ വണ്ടി മേടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്താ ഒത്തിരി ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരാണ്ട് എങ്ങോട്ട് പോകാനാ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ നമ്മൾ പ്രയത്നിക്കില്ലേ? അപ്പം അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്തിനെ ആകർഷിക്കാൻ? നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ആകർഷണ നിയമം ഇല്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. ഒരു പെണ്ണിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഒരു പുരുഷനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രേമത്തിലാകുന്നത്? അതും ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ? അവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് അവരെ ഇഷ്ടമാണ്, ഇത് നമ്മുടെ മനസ്സിൽ തോന്നും, അത് നമ്മുടെ ബ്രെയിനിൽ തോന്നി, നമ്മുടെ ശരീരം മുഴുവൻ അതിന് പാകമാകുന്നു, അവരിലേക്ക് അത് അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നു, അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അതായത് മറ്റേ എന്നാ ആപ്പിള് ചാടിയ പോലെ ഗുരുത്വാകർഷണം എന്ന് കേട്ടിട്ടില്ലേ? താഴോട്ട് തന്നെ വരികയുള്ളൂ എന്ത് സാധനവും. അങ്ങനെയല്ലേ ഗുരുത്വാകർഷണം? ഒരാകർഷണം ഉണ്ട് എന്തിനും. ഒരു പൂവിനെ കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ എന്ത് സാധനം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അതാണ് പ്രപഞ്ച നിയമം. അത് നമുക്ക് എന്തിനെയാണോ ഇഷ്ടം, അധികം ഇഷ്ടമാണോ അത് നമ്മൾ സ്വന്തമാക്കും. നമുക്കിപ്പോൾ ഒരു മുത്തുമാല, ഒത്തിരി വിലയൊന്നുമില്ലാത്തൊരു മാലയാണ് നമുക്ക് ഇഷ്ടമാണ് എങ്കിൽ അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അതുണ്ടാക്കി അത് മേടിക്കാൻ നമ്മൾ ശ്രമിക്കും. നമുക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഒരു കടയിൽ തൂങ്ങി കിടക്കണം കണ്ടു, നമുക്ക് ആഗ്രഹിച്ചു എനിക്കത് മേടിക്കണം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അതിനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കി മേടിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അത് ഏത് സമയത്ത് എന്തിനെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്, വില കൂടിയതാകുമ്പം അതനുസരിച്ച് താമസങ്ങൾ വരുന്നു. കുറഞ്ഞ റേറ്റ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന പൈസ ഉള്ളെങ്കിൽ നമ്മളത് അടുത്ത് തന്നെ അത് നേടിയെടുക്കും. ഞാനങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വീട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച എനിക്കൊരു വീട്, നല്ല ഒരു കൊച്ചു വീട്, നല്ലതായിരിക്കണം, എല്ലാ പണിയും തീർത്ത ഒരു കൊച്ചു വീട്, അതെനിക്ക് സാധിച്ചു. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ, അതേപോലെ വണ്ടി, പിന്നെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു, സ്കൂട്ടർ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. കൊച്ചു വണ്ടിയൊക്കെ വീടൊക്കെ വലിയ കാര്യങ്ങളാണ്. എന്തായാലും ലോൺ എടുത്താണേലും വീട് പണിയാൻ സാധിച്ചു, ലോൺ എടുത്താലും വണ്ടി അതിൻ്റെയൊക്കെ EMI അടച്ച് തീർക്കാൻ സാധിച്ചു. ഇതൊക്കെ നമുക്കൊരു ലോ ഓഫ് അട്രാക്ഷൻ, നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിച്ചെടുക്കുന്നതാണ്. കാരണം ഞങ്ങൾ 4 പേരും കൂടെ ഒരു സ്കൂട്ടറിൽ പോവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി മേടിക്കണം എന്ന് തോന്നി. ആദ്യം മാരുതി കുഞ്ഞു വണ്ടികൾ മേടിച്ചു. പിന്നെ ആയപ്പോൾ ഞങ്ങളുടെ ആദ്യ കാലത്ത് ഞങ്ങൾ മേടിച്ച ഒരു സ്കൂട്ടറാട്ടോ. അപ്പോൾ ഏണാങ്കശേഖരൻ എന്നൊക്കെ പറഞ്ഞ ഒരു സീരിയലുണ്ടായിരുന്നല്ലോ, അയാളുടെ പേര് മധു ശാന്തികൃഷ്ണയൊക്കെയുള്ള ഒരു സീരിയലുണ്ടായിരുന്നു. ആ സീരിയലിൽ അവർക്കൊരു സ്കൂട്ടറായിരുന്നു അവർ ആഗ്രഹിച്ച് മേടിച്ചത്. അതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ താറാവ് സ്കൂട്ടറില്ലേ, ചേതക്കിൻ്റെ അല്ലേ, അതിൻ്റെ സ്കൂട്ടറായിരുന്നു ഞങ്ങൾ ആദ്യം മേടിച്ചത്. അതിലാണ് ഞങ്ങൾ 4 പേരും കൂടെ. പിള്ളേർ പ്രായമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ര നടക്കാൻ പറ്റില്ലാണ്ടായപ്പോൾ ഞങ്ങളൊരു കുഞ്ഞി ആദ്യം മേടിച്ചത് മറ്റേ ഇതാട്ടോ ഫിയറ്റ്, അതേലായി കുറച്ച് നാൾ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മാരുതി ഓമിനി ഒരു പഴയത് മേടിച്ചു, പിന്നെ ഒരു മാരുതി കാർ മേടിച്ചു, പിന്നെ മാരുതി തന്നെ മേടിച്ചേ. അങ്ങനെ മേടിച്ച് എനിക്ക് തോന്നുന്നു ഇത് 12ാമത്തെ കണ്ട് വണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലേക്ക് ഐട്ടൺ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത്. അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ മേടിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ, പിന്നെ ഇതൊക്കെ പുതിയത് മേടിച്ച EMI ആയിട്ട് മേടിച്ച വണ്ടിയായിരുന്നു ഇപ്പോൾ കയ്യിലുള്ളത്. ഐട്ടനും അതെയായിരുന്നു കേട്ടോ. പഴയ വണ്ടികളായിരുന്നു ആദ്യ കാലത്ത്, സെക്കൻഡ് ഹാൻഡ് മേടിക്കും, അങ്ങനെയായിരുന്നു. അപ്പം
നമ്മുടെ ആഗ്രഹങ്ങളാണത്. നമുക്ക് മേടിക്കണം, നമുക്ക് സ്വന്തമാക്കണം, നമുക്ക് നടക്കാൻ ഒരു വണ്ടി വേണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് സാധിക്കുന്നേ. എല്ലാവർക്കും സാധിക്കും, ഉറപ്പായ കാര്യമാണ്. നമ്മൾ ഈ എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒരു സൈക്കിളെങ്കിലും മേടിക്കണേ. നമ്മൾ കണ്ടില്ലേ, എനിക്കറിയാം ഒരു കൊച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച അവനൊരു സൈക്കിൾ മേടിച്ചത്. അവൻ കുടുക്കയിൽ പൈസ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് എങ്ങാണ്ട് 4000 രൂപയായി കഴിഞ്ഞപ്പോൾ അവനൊരു പഴയ ഗിയർ സൈക്കിൾ മേടിച്ചു. പഴയെന്ന് വെച്ചാൽ അവിടുത്തെ കൊച്ചു വലുതായി പോയി കഴിഞ്ഞപ്പോൾ അവർ 1 വർഷം 2 വർഷം കണ്ട് ഉപയോഗിച്ചൊരു ഗിയർ സൈക്കിൾ അവരെ കുടുക്ക പൊട്ടിച്ചപ്പോൾ അവന് കിട്ടി. നല്ലൊരു സൈക്കിൾ അവൻ മേടിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും. അത് സാധിക്കില്ലാത്ത എന്താ ഉള്ളത്? സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, നമ്മൾ അതിന് പണി ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമുക്ക് എന്ത് കാര്യവും സാധിക്കും. 5000 രൂപ 10000 രൂപ നമ്മൾ ആദ്യം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഒന്ന് നോക്കിക്കേ, അത് നമുക്ക് നടക്കും. അതായത് ഒരു 10000 രൂപ താഴെയുള്ള കാര്യങ്ങൾ ആദ്യം, അത് നടന്നു കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു 10-20 കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞിട്ട് അത് നടന്നില്ല, ചിലപ്പം നടക്കുമായിരിക്കാം, എങ്കിലും അത് നമ്മളിലേക്ക് വരുന്നതായിട്ട് ആദ്യം തന്നെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി, ആരുടെയും കുറ്റങ്ങൾ കാണുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും, നമുക്ക് ഒരു കാര്യവും സാധിക്കില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട്, ഞാനിപ്പോൾ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ അവർക്ക് ഗതി പിടിച്ചു, എനിക്ക് മാത്രം ഗതിയില്ല, അവർ നല്ല കാലമാണ്, അവരങ്ങനെ ചിന്തിച്ചു. ഞാനിങ്ങനെ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരു കാര്യവും നടക്കില്ല കേട്ടോ. നമ്മൾ ചുമ്മാ താഴോട്ട് അതപ്പതിച്ച് പോവുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത്, അവരെ അങ്ങ് അനുഗ്രഹിച്ച് നോക്കിക്കേ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് സഹായിച്ച് നോക്കിക്കേ, നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കൂടി 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 വരും, ഉറപ്പായ കാര്യമാണ്. നമ്മളിങ്ങനെ ഈ മറ്റുള്ളവർക്ക് ചീത്ത വന്നം ദോഷം വന്നം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കുന്തവും നടക്കൂല, നമ്മൾ ഒരിടത്തും എത്തുകയില്ല, ഉറപ്പായ കാര്യം. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുക, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? ചിലർ പറയണായിട്ടില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ. അത് ശരിയായ കാര്യമാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ ദുഷിച്ചുകൊണ്ടിരിക്കാണ്ട്, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരുള്ളൂ. അല്ലാണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും. അതേപോലെ നമ്മുടെ മാതാപിതാക്കളൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മളോട് മോശമായിട്ട് വരിക, എങ്കിലും നമുക്ക് ശരിക്കും ദേഷ്യമൊക്കെ തോന്നും മാതാപിതാക്കളുടെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. എങ്കിലും നമ്മൾ അവരെ മോശമായിട്ട്, അവരെ നോക്കാതെ, അവരുടെ ഒരു വിരോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരു പുരോഗതി ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്നാ കാണിക്കണം? അവർ ചെയ്തതിന് അവർക്കെല്ലാം അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, നമ്മൾ ഉപദ്രവിച്ചവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. അതായത് മറക്കാൻ ശ്രമിക്കുക, അവരോട് ക്ഷമ പറയുക, നമ്മളായിട്ട് ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് കൂടുതൽ 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 അഭിവൃദ്ധി ഉണ്ടാകും. അതാണ് ഫോർഗീവ് ചെയ്യുക, എല്ലാം വിട്ട് കളഞ്ഞിട്ട് അവരോട് നമ്മൾ ക്ഷമിക്കുക. ഇപ്പം നമ്മളോട് മോശമായിട്ട് പെരുമാറി നമ്മുടെ സുഹൃത്തുക്കൾ കാണും, ബന്ധുക്കൾ കാണും, സഹോദരൻ, അമ്മ കാണും, അച്ഛൻ കാണും, ഹസ്ബൻഡ് കാണും, മക്കൾ എല്ലാം, അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചു എന്ന് നമ്മളങ്ങ് ക്ഷമിച്ച് അവർക്ക് നല്ലത് വരുത്തട്ടെ, അവർക്ക് നല്ലത് എന്നും പറഞ്ഞ് മനസ്സിൽ വെറുപ്പോടുകൂടി പറയരുത്, ചുമ്മാ ഇങ്ങനെ പറയരുത്, അവർക്കൊക്കെ നല്ലത് വരട്ടെ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യം, അതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ. അങ്ങനെ പറയാൻ പോകരുത്. നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് അവരോട് ക്ഷമിക്കുക. ശരിക്കും നമ്മളെ കുഞ്ഞിലെ വേദനിപ്പിച്ചവരുണ്ടായിരിക്കാം, കുഞ്ഞിലെ നമ്മൾ ഉപദ്രവിച്ച മനുഷ്യരുണ്ടായിരിക്കാം. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്നെ കുഞ്ഞിലെ മഹാമോശമായിട്ട് പെരുമാറിയ ഒരാളുണ്ട്. അയാളോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സമാധാനമായത്. അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ മറന്ന് എന്നാ പറയണേ, ഇങ്ങനെ ക്ഷമ കൊടുക്കുക, അവരെ അങ്ങോട്ട് എന്നാ അവർക്ക് നമ്മളങ്ങോട്ട് ക്ഷമ കൊടുത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് അവരെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കുക. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് അവരെ ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാകും, നമുക്ക് പുരോഗതി ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടായി വരികയും ചെയ്യും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പെട്ട് കിടക്കുന്നേ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. നമ്മളിലേക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് സന്തോഷിക്കുക. അതിൽ പിന്നെ അടുത്ത ഇങ്ങനെ നേടി ഓരോന്നായിട്ട് നേടിയെടുക്കുക. അല്ലാണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് 5 വർഷം ഒരു സ്ത്രീനെ ഒരാൾ വിളിക്കാതിരിക്കുക, അയാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, ഇപ്പം അവരെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം എന്ത് ഭയങ്കരമാണെന്നറിയാമോ. അവർ ഇത്രയും വർഷം അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. അയാൾ വിദേശത്തുനിന്ന് വന്നുമില്ല, അന്വേഷിക്കണം ഒന്നുമില്ല. മക്കളോട് വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ മാത്രം. ഒന്ന് ഓർത്തു നോക്കിയാൽ സന്തോഷത്തിൻ്റെ ഒരവസ്ഥ. അവരാഗ്രഹിച്ചാൽ അത് മാത്രമല്ല, അയാളൊന്ന് വിളിക്കണം, അയാൾ സ്നേഹത്തോടെ സംസാരിക്കണം. അപ്പം ഇതൊക്കെയാണ്
ഇതിനാണ് ഏറ്റവും വലിയ സന്തോഷം ഇരിക്കണേ അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നടക്കും, ഉറപ്പായ കാര്യമാണ്. അത് നമ്മൾ സത്യസന്ധമായിട്ട് ആലോചിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഒന്നും നന്നാക്കാനും പോകണ്ട, അവർക്ക് ദോഷം പറയാൻ പോകണ്ട, അവരെക്കുറിച്ച് നമ്മളോട് ഉപദ്രവിച്ചവരോട് പോലും നമ്മൾ ക്ഷമിച്ചു കളയുക. ക്ഷമയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ ശാന്തമായിട്ടിരിക്കുക, നമുക്ക് സന്തോഷം കണ്ടെത്തുക കേട്ടോ. ഇതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ബൈ.